Hi, good afternoon. Good afternoon. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ട് എക്സ്പെരിമെൻ്റ് ഡിസ്കസ് ചെയ്തില്ലേ. ഓക്കെ, ഇന്ന് മൂന്നാമത്തെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെൽസ് എക്സ്പെരിമെൻ്റ് ആണ്. ഓക്കെ, പ്രസൻറ്റേഷൻ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ലിൻവേസിൽ അപ്ലോഡ് ചെയ്ത ലാബ് മാനുവൽ കാണിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടിട്ടാണ്. ഓക്കെ, സോ ദ നെയിം ഓഫ് ദി എക്സ്പെരിമെൻ്റ് ഈസ് മെൽസ് എക്സ്പെരിമെൻറ്റ്. വാട്ട് ഈസ് ദ എയിം ഓഫ് എക്സ്പെരിമെൻറ്റ്? Aim of the experiment is to find the frequency of a vibrating strip or a tuning fork. ഓക്കെ, സോ ഇത് ജസ്റ്റ് വായിച്ച് പോകുന്നതിനേക്കാളും ഇതിൻ്റെ സെറ്റപ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞിട്ട് എയിം വായിക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, നമ്മൾ വൈബ്രേറ്റിംഗ് സ്ട്രിങ്ങിനെ കുറിച്ച് പഠിച്ചു. അതായത് കഴിഞ്ഞ മൊഡ്യൂളിൽ ലാസ്റ്റത്തെ കുറച്ച് പീരീഡിൽ നമ്മൾ പഠിച്ചത് ഒരു ടൈറ്റായിട്ട് ഫിക്സ് ചെയ്ത സ്ട്രിങ്ങിൽ ട്രാൻസ്ഫർ 1 മിനിറ്റ്. ഓക്കെ, പറഞ്ഞ് കേൾക്കുന്നില്ലേ? ഓഡിബിൾ അല്ലേ? ആരെങ്കിലും ഒന്ന് തംസ് അപ്പ് ചെയ്യോ? യാ, ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ അവസാനം പഠിച്ചത് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രിങ് ആണ്. അതായത് ഒരു സ്ട്രിങ് നമ്മൾ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിന് ജസ്റ്റ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൽ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് ഉണ്ടാവും. There will be transverse vibration. Here the setup of the experiment is the string is fixed at point A. ഇത് നിങ്ങളുടെ ലാബിലുള്ള എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് ഒരു സ്ട്രിങ്ങിന്റെ വൈബ്രേഷൻ എടുത്താണ്. ഓക്കെ, ദിസ് തിങ് ഈസ് ഫിക്സ്ഡ് അറ്റ് എ. ദിസ് വൺ എൻഡ് ഓഫ് ദി സ്ട്രിങ് ഈസ് ഫിക്സ്ഡ് അറ്റ് എ. അതായത് സ്ട്രിങ്ങിന്റെ ഒരു എൻഡ് എ എന്ന പോലെ ഫിക്സ് ചെയ്തു. ഇതൊരു ഇലക്ട്രോണിക് വൈബ്രേറ്റർ ആണ്. ഓക്കെ, ഈസ് എ വൈബ്രേറ്റർ. അതായത് നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസിയിൽ നമ്മൾ ഇവിടെ ഒരു ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? സ്ട്രിങ്ങും അതേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. ആൻഡ് ഹിയർ ലുക്ക് അറ്റ് ഹിയർ വി ഹാവ് എ സ്കെയിൽ പാൻ. അതായത് മാസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി വി ഹാവ് എ സ്കെയിൽ പാൻ. അതായത് നമ്മൾ മാസ് ഇവിടെ കൊടുക്കും, ജസ്റ്റ് തൂക്കിയിടും. അതാണ് വി ഹാങ് സം മാസ് എം. ഓക്കെ, നമ്മൾ ഇവിടെ ഈ പൊസിഷനിൽ, അതായത് ഇവിടെ ഒരു പുള്ളിയാണ്. വി ഹാവ് പുള്ളി ഹിയർ. ഒരു പുള്ളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. വി ഹാവ് പുള്ളി ഹിയർ ആൻഡ് ദി സ്ട്രിങ് ഈസ് പാസ്ഡ് ഓവർ ദിസ് പുള്ളി ടു ദിസ് മാസ്. അതായത് ഈ പുള്ളി വെച്ചിട്ട് ഇവിടെ മാസ് ഹാങ് ചെയ്തിടും. സോ വി ഗെറ്റ് an information from that. നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, we know what is the frequency of a what is the velocity of a wave passing through a string, transverse vibration in string. അതായത് സ്ട്രിങ്ങിൽ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ആണ് നടത്തുന്നതെങ്കിൽ what will be the velocity of wave? Consider the wave is propagating. Consider this is the positive x-axis. Then what is the velocity of wave? We get that velocity of wave is given by v is equal to some root t by mu. ഇത് ഈ വെലോസിറ്റി നമ്മൾ ഡിറൈവ് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും. എങ്ങനെയാണ് സ്ട്രിങ്ങിലെ വേവിന്റെ വെലോസിറ്റി, ട്രാൻസ്വേഴ്സ് വൈബ്രേഷന്റെ വെലോസിറ്റി എങ്ങനെയാണ് നിങ്ങൾ ഡിറൈവ് ചെയ്തെന്ന് ഓർക്കുന്നുണ്ടാവും. ഓക്കെ, ഓർക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഓൺലി കൺസിഡർ ദാറ്റ് ദ വെലോസിറ്റി ഓഫ് ദി ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ത്രൂ എ string which is fixed at 2 is given by root t by mu, and t is the tension. T is the tension and mu is the linear density. Okay, so if we hang a mass here, നമ്മളൊരു മാസ് എം ഇവിടെ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ we are applying a tension T is equal to mg.
ഇവിടെ മാസ് എം നമ്മൾ ഹാങ് ചെയ്തിട്ട് താഴോട്ടൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ജി ഈക്വൽ ടു എം ജി ഉണ്ടാവും. എഫ് ജി എന്ന് പറയുന്നത് ജി സബ്സ്ക്രിപ്റ്റ് ആണ്. എം ഇവിടെ ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രിങ്ങിനെ ഒരു ടെൻഷൻ ഫീൽ ചെയ്യും. ആൻഡ് ദാറ്റ് ടെൻഷൻ ഷുഡ് ബി ഈക്വൽ ടു the gravitational force filled by this mass downward F equal to mg. So we get, if we hang a mass here, we get the tension of string is equal to mg. So we can substitute here. Okay, okay, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഈ നമ്മൾ ഈ എക്സ്പെരിമെന്റിൽ ഉപയോഗിക്കുന്ന ജനറൽ ഇക്വേഷനിലേക്ക് നമുക്ക് ഡിറൈവ് ചെയ്തെത്താൻ പറ്റും. 1 minute. ഓക്കെ, നമുക്ക് എന്താ പറയുന്നത്, ട്രാൻസ്വേഴ്സ് വൈബ്രേഷനിൽ സ്ട്രിങ്ങിന്റെ വെലോസിറ്റി, ട്രാൻസ്വേഴ്സ് വൈബ്രേഷന്റെ വെലോസിറ്റി v is equal to root t by mu, where t is the tension and mu is the linear density. Now the another thing we know about waves is v is equal to some mu into lambda. അതായത് വേവിനെ കുറിച്ച് അറിയാൻ നമുക്കൊരു അറിയുന്ന മറ്റൊരു കാര്യമാണ് ഒരു വേവിന്റെ വെലോസിറ്റി. ലാംഡ വേവ് ലെങ്ത് ഉള്ള വേവിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് v is equal to some mu into lambda, where mu is the frequency of wave. Frequency. Okay, how do we get? നമുക്ക് എങ്ങനെയാണ് ഈക്വേഷൻ കിട്ടുന്നത്? ഓക്കെ, അതറിയാനൊന്നുമില്ല. കൺസിഡർ എ വേവ്, ജസ്റ്റ് ഒരു വേവ് കൺസിഡർ ചെയ്യാം. ഓക്കെ, what is the distance traveled by this way? Just consider this is a b. എയിൽ നിന്ന് ബിയിലേക്ക് ഈ വേവ് ട്രാവൽ ചെയ്തു. What is the distance covered by wave? Lambda. And what is the time taken by wave? Lambda distance cover ചെയ്യാൻ വേവ് എടുത്ത ടൈം എത്രയാണ്? It is time period t. അതായത് ലുക്ക് അറ്റ് ഹിയർ, ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അതിന്റെ എക്സ്ട്രീം പൊസിഷനിലെത്തി, തിരിച്ച് അഗെയിൻ ഇക്വിലിബ്രിയം പൊസിഷനിലെത്തി, അനദർ എക്സ്ട്രീമിലേക്ക് പോയി തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തി. ദാറ്റ് ഈസ് എ കംപ്ലീറ്റ് ഓസിലേഷൻ, ആൻഡ് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ ഈസ് കോൾഡ് ടൈം പീരീഡ്. സോ ദാറ്റ് മീൻസ് wave requires a time which is equivalent to time period to cover a distance or displacement of lambda. That means velocity is equal to displacement by time, that is equal to lambda by t, or this can be written as lambda into 1 by t. What is 1 by t? Frequency. Frequency is related to time period as f equal to 1 by t. Time period എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ നടക്കാൻ, ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ നടക്കാൻ വേണ്ടി എത്ര സമയം വേണം, അതാണ് ടൈം പീരീഡ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ഓസിലേഷൻ നടക്കുന്നു. സോ വി ക്യാൻ റൈറ്റ് ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ് എഫ് ഈക്വൽ ടു 1 by t. സോ വി ക്യാൻ റൈറ്റ് ലാംഡ ഇൻറ്റു 1 by t ഓർ v is equal to some mu into lambda. അങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നത്. ഓക്കെ, now we get two equation for velocity of wave through a string, stretched string, v equal root t by lambda and v is equal to mu lambda. അതായത് നമുക്ക് സ്ട്രെച്ചഡ് സ്ട്രിംഗിൽ ഉണ്ടാകുന്ന വൈബ്രേഷന്റെ വെലോസിറ്റിക്ക് രണ്ട് എക്സ്പ്രഷൻ കിട്ടി. Now we are assuming the string of length L vibrates in n segment. അതായത് സ്ട്രിങ് n സെഗ്മെന്റ്സ് ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹിയർ, ഇവിടെ ഈ സ്ട്രിങ് എത്ര സെഗ്മെന്റ് ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? കേട്ടോ, 3 സെഗ്മെന്റ് ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതായത് ഇതൊരു സെഗ്മെന്റ്, ഈ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കുന്ന ഇക്വിലിബ്രിയം പൊസിഷൻസിന്റെ നോഡ് എന്നും ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആയിരിക്കുന്ന ഒരു സ്റ്റാൻഡിങ് വേവ് ആണ്. അതായത് ഈ വേവ് ഇവിടെ പോയി ഫിക്സ്ഡ് പൊസിഷനിൽ തട്ടി തിരിച്ച് ഒരു ഫേസ് ഡിഫറൻസ് ഫീൽ ചെയ്ത, ഒരു ഫേസ് ഡിഫറൻസ് ആ വേവിന് വന്നു. സോ അത് തിരിച്ചു വന്ന് ഇവിടെ വീണ്ടും ഇവിടെ കൊളൈഡ് ചെയ്തു തിരിച്ചു പോകുന്നു. സോ വി ക്യാൻ സേ ദിസ് സ്റ്റാൻഡിങ് വേവ്. ആൻഡ് വാട്ട് ഇസ് ദ പോയിന്റ്? ദിസ് സ്ട്രിങ് ഈസ് ഓസിലേറ്റിംഗ് ഇൻ 3 സെഗ്മെന്റ്. ഈ വേവ് ഓസിലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സ്ട്രിങ് ഓസിലേറ്റ് ചെയ്യുന്നത് 3 സെഗ്മെന്റ് ആയിട്ടാണ്. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് സെഗ്മെന്റ്, ദിസ് ഈസ് ദ സെക്കൻഡ് സെഗ്മെന്റ് ആൻഡ് ദിസ് ഈസ് ദ തേർഡ് സെഗ്മെന്റ്. ഓക്കെ, അതാണ് എന്താണ് സെഗ്മെന്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു തന്നത്. ഓക്കെ, now come back to this. If the string is oscillating in n segment, what is the length of each segment? അതായത് നേരത്തെ നമ്മൾ കണ്ട സ്ട്രിങ് 3 സെഗ്മെന്റ് ആയിട്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സെഗ്മെന്റിന്റെ ലെങ്ത് എത്രയായിരിക്കും? അതായത് ആ സ്ട്രിങ്ങിന്റെ മൊത്തം നീളം, ലെങ്ത് ടോട്ടൽ L ആണ്. 3 സെഗ്മെന്റ് ആയിട്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സെഗ്മെന്റിന്റെ നീളം L/3 ആയിരിക്കും. അപ്പൊ n സെഗ്മെന്റ് ആയിട്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു സെഗ്മെന്റിന്റെ നീളം
length of one segment equal to L by N. Okay. And each segment correspond to a wavelength of lambda by t. Look at here. നമ്മൾ ശ്രദ്ധിക്കുക, അതായത് ഇവിടെ ഒരു വേവ് തുടങ്ങി, വി സ്റ്റാർട്ടഡ് വേവ് ഹിയർ ആൻഡ് റീച്ച്ഡ് ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് അഗെയിൻ റീച്ചസ് ഇക്വിലിബ്രിയം പൊസിഷൻ, റീച്ച്ഡ് ദി ആംപ്ലിറ്റ്യൂഡ് അറ്റ് ദ ഇതർ അതർ സൈഡ്. സോ ഒരു കംപ്ലീറ്റ് വേവ് ലെങ്ത് കവർ ചെയ്യാൻ വേണ്ടി എത്ര സെഗ്മെന്റ് വേണം? ലുക്ക് അറ്റ്, രണ്ട് സെഗ്മെന്റ് വേണം, രണ്ട് സെഗ്മെന്റ്. അല്ലെങ്കിൽ ഇൻ അനദർ ലാംഗ്വേജ്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സെഗ്മെന്റ്? ഒരു സെഗ്മെന്റിന്റെ ലെങ്ത് എന്താ? വൺ സെഗ്മെന്റ് കറസ്പോണ്ട് ടു എ വേവ് ലെങ്ത് ഓഫ് ലാംഡ ബൈ 2. അതേ ഇവിടെ ചെയ്യുന്നുള്ളൂ. സോ ലെങ്ത് ഓഫ് വൺ സെഗ്മെന്റ് ഈസ് ഈക്വൽ ടു എൽ ബൈ എൻ ആൻഡ് ദാറ്റ് കറസ്പോണ്ട്സ് ടു എ ലെങ്ത് ഓഫ് equal to lambda by 2. That gives, and combining these two expression, we get lambda is equal to 2L by N. And substitute here the velocity equation. So velocity is given by lambda mu into 2L by N. അതായത് ലാംഡയ്ക്ക് പകരം നമ്മൾ v is equal to mu lambda ആണല്ലോ. So for lambda we substitute 2L by N. So we get v is equal to some mu into 2L by N. So now we got two expression for the velocity of wave. വേവിന്റെ വെലോസിറ്റിക്ക് രണ്ട് എക്സ്പ്രഷൻ കിട്ടി. This is expression 1 and this is expression 2. Okay. ഇത് തിയറി ക്ലാസ് പോലെ ബോറാവുന്നുണ്ടെന്ന് അറിയാം, പക്ഷേ എങ്ങനെയാണ് ഇക്വേഷൻ കിട്ടിയെന്ന് അറിയാൻ വേണ്ടി, അതായത് നമ്മളിപ്പോൾ ജസ്റ്റ് ലാബ് മാനുവൽ നോക്കുമ്പോൾ നമ്മളൊരു ഫ്രീക്വൻസിക്ക് ഒരു ഇക്വേഷൻ കിട്ടും. സോ അതെങ്ങനെയാണ് കിട്ടിയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടിയ ഒന്നാമത്തെ കാര്യം, വെലോസിറ്റി ഈസ് ഈക്വൽ ടു സം മ്യൂ ഇൻറ്റു 2L by N, ഒന്നാമത്തെ ഇക്വേഷൻ, ആൻഡ് വെലോസിറ്റി ഈക്വൽ ടു റൂട്ട് ടി ബൈ മ്യൂ. അത് നമ്മൾ ജനറേറ്റ് ഡെറൈവ് ചെയ്ത ഇക്വേഷൻ. നൗ equal this two equation, ഈ രണ്ട് ഇക്വേഷൻ വെലോസിറ്റി തരുന്നുണ്ട്. വി ക്യാൻ റൈറ്റ് മ്യൂ ഇൻറ്റു 2L by N ഈസ് ഈക്വൽ ടു റൂട്ട് ടി ബൈ മ്യൂ, or we can say mu is equal to N by 2L into root T by mu. അതായത് ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തു, ഈ 12 by N ഈ സൈഡിലേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. സോ വി ക്യാൻ റൈറ്റ് ദ ഫ്രീക്വൻസി of a wave traveling through a stretched string. The frequency of vibration in a stretched string is given by N by 12 root T by mu if the string of length L vibrates in segment N. അതായത് നമ്മുടെ കയ്യിലൊരു എൽ ലെങ്ത് ഉള്ള സ്ട്രിങ് ഉണ്ട്, അത് വൈബ്രേറ്റ് ചെയ്യുന്നത് N സെഗ്മെന്റ്സ് ആയിട്ടാണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദിസ് ഇക്വേഷൻ, mu is equal to N by 12 root T by mu. Okay, when N is equal to 1, we can write the mu is equal to, അതായത് ഒറ്റ സെഗ്മെന്റ് ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ we can write mu is equal to 1 by 12 root T by mu. Okay, ഇങ്ങനെയാണ് ഇക്വേഷൻ കിട്ടിയത്. Now understand this one. അപ്പോൾ ഇത് മനസ്സിലായല്ലോ, ഇങ്ങനെയാണ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. ഈ ഇക്വേഷൻ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കാണും. സോ നമ്മൾ ഈ എക്സ്പെരിമെന്റിൽ ചെയ്യുന്ന ഇതാണ്. ഓക്കെ, ആദ്യം പറഞ്ഞു ഒരു മാസ് ഹാങ് ചെയ്യും, ഒരു ഇലക്ട്രിക്കൽ വൈബ്രേറ്റർ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ വൈബ്രേറ്റർ പ്ലസ് ഒരു ട്യൂണിംഗ് ഫോർക്കും കൂടി ഉണ്ടാവും, ലൈക്ക് ദിസ്. അതായത് ഇവിടെ ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും, ഇവിടെ ഒരു ഇലക്ട്രിക്കൽ വൈബ്രേറ്റർ ഉണ്ടാവും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, ഇൻഡക്ഷൻ കോയിൽ, അതൊന്നും നിങ്ങളിപ്പോൾ കണക്കൂട്ടുണ്ടാവും, അത് നിങ്ങൾ കണക്ഷൻ കൊടുക്കുമ്പോൾ മാത്രം അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. സോ ഒരു ട്യൂണിംഗ് ഫോർക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും, അതായത് ഇലക്ട്രിക്കലി വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോർക്ക്. അതായത് സാധാരണ നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് പ്ലസ് ടു എക്സ്പെരിമെന്റിലൊക്കെ നിങ്ങൾ ട്യൂണിംഗ് ഫോർക്ക് കണ്ടിടും. ട്യൂണിംഗ് ഫോർക്ക് എങ്ങനെയാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യിക്കുക? സാധാരണ ഒരു ഡെസ്കിലോ എന്തെങ്കിലും തട്ടി കഴിഞ്ഞാൽ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യും. ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ ട്യൂണിംഗ് ഫോർക്കിന് ഒരു വൈബ്രേഷൻ കൊടുക്കും, അപ്പോൾ അതേ വൈബ്രേഷനിൽ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യും. നൗ ട്യൂണിംഗ് ഫോർക്ക് ഈസ് പ്ലേസ്ഡ്, ഇവിടെ ലോഞ്ചിറ്റ്യൂണലായിട്ടാണ് ട്യൂണിംഗ് ഫോർക്ക് വെച്ചത്. ലോഞ്ചിറ്റ്യൂണലായിട്ട് ട്യൂണിംഗ് ഫോർക്ക് വെക്കുമ്പോൾ ട്യൂണിംഗ് ഫോർക്കിന്റെ പ്രോങ്സിന്റെ വൈബ്രേഷൻ എങ്ങോട്ടായിരിക്കും? അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും അല്ലേ? ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ വൈബ്രേഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ കൈ പിടിച്ചിട്ട് സ്ട്രിങ്ങിനെ മുകളിലോട്ടും താഴോട്ടും വൈബ്രേറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. സോ ഇഫ് ദ പ്രോങ് ഓഫ് ട്യൂണിംഗ് ഫോർക്ക് ഈസ് വൈബ്രേറ്റിംഗ് അപ്പ് ആൻഡ് ഡൗൺ, ദ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ വിൽസ് ഗോ ഓൺ ദി സ്ട്രിങ്ങിൽ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ നടക്കും. ആൻഡ് വി നോ ദാറ്റ് സ്കെയിൽ പാനിൽ ഒരു മാസ് mg ഉണ്ട്. ഓക്കെ, സോ വാട്ട് വി വിൽ ഗെറ്റ്? Now we will get the frequency ഇപ്പം mu അല്ലെങ്കിൽ n എന്ന് പറയാം, frequency is given by 1 by 12 root
T/m. ഓക്കെ, സോറി, ഇത് എം വേണ്ട, ഒരു ക്യാപിറ്റൽ എം കൊടുത്ത്, അല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ ആവും. 1/12 √T/m. ഓക്കെ, ഈ എം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്ത മ്യൂ തന്നെയാണ്. എം ഈസ് ദ ലീനിയർ ഡെൻസിറ്റി. നിങ്ങളുടെ കഴിഞ്ഞ കഴിഞ്ഞ ബാച്ചിനൊക്കെ റെക്കോർഡിൽ എം എന്ന് തന്നെ ഡിനോട്ട് ചെയ്ത്, അതുകൊണ്ട് ഞാൻ പിന്നെ മാറ്റിയില്ല. അതുകൊണ്ട് എം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇക്വേഷനിൽ വന്ന മ്യൂ തന്നെയാണ്, ലീനിയർ ഡെൻസിറ്റി. അതായത് സ്ട്രിങ്ങിന്റെ ലെങ്ത് എൽ ആണെങ്കിൽ, സ്ട്രിങ് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാസ് എം ആണെങ്കിൽ, വി ക്യാൻ ജസ്റ്റ് മാസ് എം വേണ്ട, മാസ് ഇ എം ഇവിടെ തന്നെയാണല്ലോ. ഓക്കെ, മാസിന് ഇപ്പം എന്താ ഡിനോട്ട് ചെയ്യുക? ഓക്കെ, മാസ് ഒരു എം ഡാഷ് ആണെങ്കിൽ, വാട്ട് ഈസ് ദ ലീനിയർ ഡെൻസിറ്റി? എം. ഇറ്റ് ഈസ് ഗിവൺ ബൈ എം ഡാഷ് ബൈ എൽ. അതായത് ലീനിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒരു യൂണിറ്റ് ലെങ്ത് അല്ലെങ്കിൽ ഒരു മീറ്റർ ആണോ സെന്റിമീറ്റർ ആണോ, നമ്മൾ ഏതാണ് യൂണിറ്റ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്, ആ യൂണിറ്റ് ലെങ്ത്തിന് എത്രത്തോളം വെയിറ്റ് ഉണ്ടാവും, അതാണ് ലീനിയർ ഡെൻസിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ n is equal to 1/12 √T/m. Okay, now if we hang a mass of weight, a mass in a scale pan, consider the mass have a magnitude of capital M, then what is the gravitational force downward? We know mg. So we can rearrange this equation as n is equal to 1/12. ടെൻഷൻ വരെ നമുക്ക് എന്ത് എഴുതാം? ക്യാപിറ്റൽ എം ജി ബൈ എം. Rearranging that equation, we can write frequency of oscillator is given by n is equal to, അല്ലെങ്കിൽ frequency of this tuning fork is given by. കാരണം ഈ ഒരു അവസ്ഥയിൽ സ്ട്രിങ്ങും ട്യൂണിംഗ് ഫോർക്കും ഒരേ ഫ്രീക്വൻസിയിലല്ലേ വൈബ്രേറ്റ് ചെയ്യുന്നു. അതായത് ഇലക്ട്രിക്കൽ വൈബ്രേറ്റർ ഒരു ഫ്രീക്വൻസി ട്യൂണിംഗ് ഫോർക്കിന് കൊടുക്കുന്നു, ട്യൂണിംഗ് ഫോർക്ക് ആ ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യുന്നു. ഈ ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് തന്നെ, അതായത് പ്രോങ് മുകളിലോട്ടും താഴോട്ടും വൈബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാട്ട് വിൽ ഹാപ്പൻ? ദ സ്ട്രിങ് വിൽ ഓൾസോ വൈബ്രേറ്റ് ഇൻ ട്രാൻസ്വേഴ്സ് മോഡ്. ട്രാൻസ്വേഴ്സ് മോഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് the string and the tuning fork will have the same frequency. So we can write n is equal to, sorry, okay, നമുക്ക് ഈ ഇക്വേഷൻ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്തിട്ട് we can write as root of g/4m m/l². ഓക്കെ, അതായത് ഈ 2l എന്നുള്ള ടേമിനെ സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിലേക്ക് എടുത്തു. അപ്പോൾ എന്ത് പറ്റും? 4l² ആവും. അതാണ് ഇവിടെ 4l². ക്യാപിറ്റൽ എം എവിടെയുണ്ട്? സ്മോൾ എം അടിയിൽ തന്നെ ഉണ്ട്. ഈ സ്മോൾ എം ലീനിയർ ഡെൻസിറ്റിയും, ക്യാപിറ്റൽ എം നമ്മൾ ഹാങ് ചെയ്യുന്ന മാസിന്റെ എമൗണ്ട് ആണ്. ജി ഇസ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ ഫോർ ട്രാൻസ്വേഴ്സ് മോഡ് ഓഫ് എ മെൽസ് എക്സ്പെരിമെന്റ്. മെൽസ് എക്സ്പെരിമെന്റിൽ ട്രാൻസ്വേഴ്സ് മോഡിന്റെ ഇക്വേഷൻ, വാട്ട് ഈസ് ദ n എന്ന് പറയുന്ന ഫ്രീക്വൻസി ഓഫ് ട്യൂണിംഗ് ഫോർക്ക്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇലക്ട്രിക്കൽ വൈബ്രേറ്ററിന്റെ ഫ്രീക്വൻസിയാണ് n. ഇറ്റ് ഈസ് ഗിവൺ ബൈ √g/m √m/l². ഇത് കണ്ടുപിടിച്ചത് സ്ട്രിങ്ങിന്റെ ഫ്രീക്വൻസി എന്താണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അതിനോട് സെയിം തന്നെ ആയിരിക്കും ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, നൗ ദിസ് ഈസ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ മോഡ്. ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ മോഡ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ മോഡിന്റെ പ്രധാന വ്യത്യാസം. ദിസ് ട്യൂണിംഗ് ഫോർക്ക് ഈസ് പ്ലേസ്ഡ് വെർട്ടിക്കൽ. ട്യൂണിംഗ് ഫോർക്ക് വെർട്ടിക്കൽ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. സ്ട്രിങ്ങിനോട് കമ്പയർ ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ആയിട്ടാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ദി പ്രോങ് വിൽ വൈബ്രേറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. പ്രോങ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വൈബ്രേറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്ട്രിങ് മോളോ അപ്പ് ആൻഡ് ഡൗൺ വൈബ്രേഷൻ അല്ല, ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. അതായത് വേവ് ഇങ്ങോട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ഈ എക്സ് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും സ്ട്രിങ്ങിന്റെ എലമെന്റ്സ് വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ വി ക്യാൻ കോൾ ദാറ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. Longitudinal vibration or longitudinal wave is passing through this string, so that mode is called longitudinal mode. And also another important thing is, when this tuning fork is completing one vibration, the string is only vibrating half vibration. അതായത് ഈ സ്ട്രിങ് ഒരു കൺസിഡർ, ഇതാണല്ലോ നമ്മുടെ സ്ട്രിങ്. ഈ സ്ട്രിങ് ഒരു വൺ ഓഫ് ദി പ്രോങ്സ്, ട്യൂണിംഗ് ഫോർക്കിന്റെ ഒരു പ്രോങ്ങിൽ ഫിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, ട്യൂണിംഗ് ഫോർക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ ആദ്യം ഈ കൺസിഡർ, ഇപ്പൊ ട്യൂണിംഗ് ഫോർക്കിന്റെ പ്രോങ് ലെഫ്റ്റ് സൈഡിലേക്ക്, ഓക്കെ, റൈറ്റ് സൈഡിലേക്ക്, ഈ സൈഡിലേക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന, റൈറ്റ് സൈഡിലേക്ക് വൈബ്രേറ്റ് ചെയ്യുന്നു. വാട്ട് വിൽ ഹാപ്പൻ? പെട്ടെന്ന് ഈ ടൈറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്, കാരണം നമ്മളൊരു വെയിറ്റ് ഹാങ് ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ, ഈ ടൈറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന
സ്ട്രിങ് പെട്ടെന്ന് ലൂസ് ആവും, അല്ലെങ്കിൽ ഇറ്റ് ബിക്കെയിം അത്ര ടെൻഷൻ കുറയും. സോ വാട്ട് വിൽ ഹാപ്പൻ? സോ ദ സ്ട്രിങ് വിൽ റീച്ച് എ പൊസിഷൻ ലൈക്ക് ദിസ്. അപ്പോൾ സ്ട്രിങ് നമ്മൾ പെട്ടെന്ന് ടൈറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന ഒരു സ്ട്രിങ് നമ്മൾ ഈ സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡിസ്റ്റൻസ് ഫിക്സ്ഡ് നമ്മൾ ഏത് പൊസിഷനിലാണോ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ ഇത് വെയിറ്റ് കാരണം സ്ട്രിങ് താഴോട്ട് ഹാങ് ചെയ്തിരിക്കും. ആൻഡ് tuning fork is excited to this right side and it came back to left side. ഇത് കംപ്ലീറ്റ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ എന്ത് പറ്റും? ദ സ്ട്രിങ് വിൽ റീച്ച് അഗെയിൻ ബാക്ക് ടു ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് ട്യൂണിങ് ഫോർക്കിൻ്റെ ഒരു പ്രോങ് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇത് ലൂസായി താഴേക്ക് ഹാങ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു വൈബ്രേഷൻ്റെ ഒരു 1/4 ഭാഗമാകുന്നുള്ളൂ താഴേക്കും. തിരിച്ചു വന്നു കഴിയുമ്പോൾ, അതായത് ട്യൂണിങ് ഫോർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ വെൻ ദ ട്യൂണിങ് ഫോർക്ക് റീച്ച് ദിസ് സൈഡ് ഇറ്റ് വിൽ ബിക്കം അഗെയിൻ ടൈറ്റ്. തിരിച്ച് വീണ്ടും ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുമ്പോഴും ടൈറ്റ് ആവും. ദെൻ അത് കഴിഞ്ഞിട്ട്, അതായത് ഒന്നും കൂടി പറയാം, ട്യൂണിങ് ഫോർക്ക് ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ നടത്തി. അതായത് റൈറ്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി, ഇക്വിലിബ്രിയം പൊസിഷൻ റൈറ്റ് സൈഡിലേക്ക് പോയി, തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിലെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി, ആൻഡ് അഗെയിൻ ബാക്ക് ടു ഇക്വിലിബ്രിയം പൊസിഷൻ. ആ സമയം കൊണ്ട് സ്ട്രിങ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, സ്ട്രിങ് ഒരു ടൈറ്റ് ഫിക്സ്ഡ് പൊസിഷനിലാണ്. ഓക്കെ, റൈറ്റ് സൈഡിലേക്ക് പ്രോങ് മൂവ് ചെയ്യുന്ന സമയത്ത് സ്ട്രിങ് ലൂസായിട്ട് താഴോട്ട് ഹാങ് ചെയ്ത് കൊടുക്കും. അത് ഒരു വേവ് ഫോമിന്റെ ഭാഗമാണ്. അതായത് ഓക്കെ, ലുക്ക് അറ്റ് ഹിയർ, ഇതാണ് ഞാൻ ഈ വേവ് ഫോമിന്റെ കാര്യം പറയുന്നത്. താഴോട്ട് ഹാങ് ചെയ്ത് കൊടുക്കും. തിരിച്ച് ലെഫ്റ്റ് സൈഡിൽ പോകുന്ന സമയത്ത് സ്ട്രിങ് വീണ്ടും ടൈറ്റായി ഇക്വിലിബ്രിയം പൊസിഷനിലെത്തും. ആൻഡ് അടുത്ത പ്രാവശ്യം സ്ട്രിങ് ട്യൂണിങ് ഫോർക്കിന്റെ പ്രോങ് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത്, ഡ്യൂ ടു ദ കൈനറ്റിക് എനർജി, നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത കൈനറ്റിക് എനർജിയാണ്, ദി സ്ട്രിങ് വിൽ മൂവ് ടു അപ്പ് സൈഡ്. സ്ട്രിങ് മുകളിലോട്ട് മൂവ് ചെയ്യും. ആൻഡ് തിരിച്ച് പ്രോങ് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. ഇക്വിലിബ്രിയം പൊസിഷൻ കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തി. സോ ഇത് മനസ്സിലായില്ലെങ്കിൽ ഇത് ജസ്റ്റ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം CSEക്ക് ലാബിന്റെ സമയത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെ തെറ്റിപ്പോയി ഇത് പറഞ്ഞിട്ട്. സോ ജസ്റ്റ് നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇതിന് എന്തെങ്കിലും നല്ലൊരു യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, നൗ അണ്ടർസ്റ്റാൻഡ്. ഇത്ര മാത്രം മനസ്സിലായാൽ മതി. അതായത് സ്ട്രിങ് ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ നടത്തി കഴിയുമ്പം ട്യൂണിങ് ഫോർക്ക് 2 ഓസിലേഷൻ നടത്തുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡ്? വെൻ സ്ട്രിങ് ഈസ് കംപ്ലീറ്റിംഗ് 1 കംപ്ലീറ്റ് ഓസിലേഷൻ, ദ ട്യൂണിങ് ഫോർക്ക് ഈസ് കംപ്ലീറ്റിംഗ് 2 കംപ്ലീറ്റ് ഓസിലേഷൻസ്. അതായത് സ്ട്രിങ് 2 ഓസിലേഷൻ നടത്തുമ്പം നമ്മുടെ ട്യൂണിങ് ഫോർക്ക് 2 ഓസിലേഷൻ നടത്തുമ്പോൾ നമ്മുടെ സ്ട്രിങ് ഒരു ഓസിലേഷനെ നടത്തുള്ളൂ. സോറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി, പെട്ടെന്ന് പറയാൻ പറ്റുന്ന പ്രോപ്പർട്ടി എന്താ? ഫ്രീക്വൻസി ഓഫ് ട്യൂണിങ് ഫോർക്ക് വിൽ ബി ഡബിൾ ഓഫ് ഫ്രീക്വൻസി ഓഫ് സ്ട്രിങ്. സ്ട്രിങ്ങിന്റെ ഫ്രീക്വൻസിയുടെ ഡബിൾ ആയിരിക്കും ട്യൂണിങ് ഫോർക്കിന്റെ ഫ്രീക്വൻസി. സിമ്പിൾ അല്ലേ? അതായത് നമ്മൾ സ്ട്രിങ് 2 ഓസിലേഷൻ നടത്തുന്ന സമയം കൊണ്ട് സ്ട്രിങ് ഓരോ ഓസിലേഷൻ നടത്തുന്ന സമയം കൊണ്ട് ട്യൂണിങ് ഫോർക്ക് 2 ഓസിലേഷൻ നടത്തുന്നുണ്ട്. ദാറ്റ് മീൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു മിനിറ്റിൽ എത്ര, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം ഓസിലേഷൻ, അല്ലെങ്കിൽ എത്രത്തോളം വേവ്സ്, അല്ലെ എത്രത്തോളം ഓസിലേഷൻസ് ഹാപ്പൻ ചെയ്യുന്നു എന്നതാണ്. സോ വി ക്യാൻ സേ ദ ഫ്രീക്വൻസി ഓഫ് ട്യൂണിങ് ഫോർക്ക് ഈസ് ഡബിൾ ദാറ്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് സ്ട്രിങ്. സോ ഇത്രയും നേരം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, we know what is the frequency. സ്ട്രിങ്ങിന്റെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാം. N is equal to 1/12 root T by M. So longitudinal മോഡിൽ ട്യൂണിങ് ഫോർക്കിന്റെ ഫ്രീക്വൻസി എന്താ? 2 into that of string. That means ഈ 2 ഇവിടെ ഒരു 2 into ചെയ്ത് 2 കാട്ടാം. That means frequency of tuning fork in longitudinal mode is given by N is equal to 1/L root T by M. M എന്ന് പറയുന്നത് what is a linear density. So we can write, കുറച്ചും കൂടി ജനറൽ ആയിട്ട് ടിക്ക് നമ്മൾ mg കൊടുക്കുകയാണ്. അതായത് മാസ് m ഇവിടെ ഹാങ് ചെയ്യുമ്പോൾ mg ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും ടെൻഷൻ പ്രൊവൈഡ് ചെയ്യുന്ന. ടെൻഷൻ ഈസ് പ്രൊവൈഡ് ബൈ ദ മാസ് ഇൻ ദി സ്കെയിൽ പാൻ. സോ n ഈസ് ഗിവൺ ബൈ റീഅറേഞ്ച് ചെയ്ത് g by m by L square. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, അതായത് ആദ്യം നടന്നത് ട്രാൻസ്വേഴ്സ് മോഡ് വൈബ്രേഷൻ ആയിരുന്നു. ജസ്റ്റ് ട്യൂണിങ് ഫോർക്ക് ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് പ്ലേസ് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പം സ്ട്രിങ് പ്രോങ് ഓഫ് അതായത് ട്യൂണിങ് ഫോർക്കിന്റെ വൺ ഓഫ് ദി ലെഗ്സ് ഓഫ് ദി ട്യൂണിങ് ഫോർക്ക് വിൽ വൈബ്രേറ്റ് വെർട്ടിക്കലി അപ്വാർഡ് ആൻഡ് ഡൗൺവേർഡ്. Then what happens? Then the string will also
vibrate in transverse mode, and we derive what is the frequency of, then the frequency of string will be equal to frequency of tuning fork. So we can write the frequency of tuning fork is equal to frequency of vibrating string in transverse mode, that is given by 1 by 2 root mg by m or t by m. And if a mass is hanging in a scale pan, we can write n is equal to root g by m by l square. Similarly, if we place a tuning fork vertically upward, what will the direction of vibration of the leg of a or prong of a tuning fork is left and right. Then what happens? Then the longitudinal mode of vibration will start in the string, and the frequency of the vibrating of tuning fork is double than or twice that of frequency of the string. And by substituting same t is equal to mg, we get now g n is equal to root g by m by l square. അങ്ങനെയാണ് ആ ഇക്വേഷൻ അവിടെ നമുക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്ക് തിരിച്ച് ഓക്കെ lab manual. So now the aim of the experiment is to find the frequency of vibrating strip or tuning fork. To find the frequency of tuning fork in Melde's arrangement. എന്താണ് Melde's experiment arrangement എന്ന് കണ്ടു? In transverse mode vibration and longitudinal mode vibration. Okay, apparatus ഒക്കെ അറിയാം, electrically maintained vibrating strip, tuning fork, light scale pan, weight box, etc. Now in transverse mode, frequency of the string or frequency of string is equal to frequency of vibrating strip or tuning fork. So the frequency is given by this. If the tension is contributed by the mass which is hanging in a scale pan, we can replace T by mg, and we can write the final equation of the for the frequency of tuning fork in transverse vibration mode of string is given by n is equal to root g by 4 m by l square. In longitudinal mode of vibration, the frequency of tuning fork is twice that of string. So we can write the frequency of tuning fork in the longitudinal mode of vibration of string in the longitudinal mode of vibration, tuning fork in the frequency എന്ന് പറഞ്ഞാൽ root g by m by l square. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഫിഗർ ആണ്. ഇത് പ്രൊസീജിയർ ആണ്. പ്രൊസീജിയർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നത്, നമ്മളെ ഒരു മാസ് ഹാങ് ചെയ്യുമല്ലോ. ഓക്കെ, ലുക്ക് ഓക്കെ, ഈ ഫിഗർ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമ്മളിവിടെ ഒരു മാസ് എം ഹാങ് ചെയ്യുന്നു. അപ്പോൾ ടെൻഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ the mass in the scale pan which is given by mg. So ഒരു മാസ് ഹാങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. Now we observe എത്രത്തോളം ലൂപ്പുകൾ ഇതിലുണ്ടാവുമെന്ന് തോന്നുന്നു. അതായത് നമ്മൾ നേരത്തെ പവർ പോയിന്റിൽ കണ്ടില്ലേ, ഒരു സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യും, ഒരുപാട് ലൂപ്പുകൾ ഉണ്ടാവുന്നു. ഓക്കെ, സോ വി ഒബ്സർവ്, നമ്മൾ ജസ്റ്റ് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. സോ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് വി ഒബ്സർവ് ദാറ്റ് ഹൗ മെനി ലൂപ്സ് ആർ ഫോംഡ്. നമ്മൾ ജസ്റ്റ് ഒരു ലെങ്ത് എൽ എടുക്കും, അത് 2 പോയിന്റ് എടുക്കും. ജസ്റ്റ് വി ടേക്ക് എ ലെങ്ത് എൽ ആൻഡ് കൗണ്ട് ഹൗ മെനി ലൂപ്സ്. ആ എടുക്കുന്ന ലെങ്ത്തിനുള്ളിൽ എത്ര ലൂപ്സ് ഉണ്ടെന്ന് നോക്കും. ആ ലൂപ്പിന് വേണ്ട ലെങ്ത് എടുത്തു. എന്നിട്ട് വി കാൽക്കുലേറ്റ് ഒരു ലൂപ്പിന്റെ ലെങ്ത് എത്രയാണെന്ന് എടുക്കും. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 1 ലൂപ്പ്? that will give L dash. Okay, അത് കഴിഞ്ഞിട്ട് we get it m by L square. Sorry, capital M L, small m L, capital M ആണ്. നമുക്ക് ഒരു ലൂപ്പിന്റെ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് m by L square എന്ന് പറയുന്ന ടേം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാലോ മെയിൻ ഇക്വേഷൻ എന്താ, ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ മോഡലാണെങ്കിൽ n ഈസ് ഈക്വൽ ടു g by m ഇൻറ്റു m by L സ്ക്വയർ ആണല്ലോ. സോ ആദ്യം ഒരു മാസ് നമ്മൾ ഇതിൽ പ്ലേസ് ചെയ്യും, മാസ് എം പ്ലേസ് ചെയ്യും, ഒരു 2 ഗ്രാം പ്ലേസ് ചെയ്യും, എന്നിട്ട് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഒരു ലൂപ്പിന്റെ നീളം എത്രയാ, അതാണ് എല്. ഓക്കെ, എന്നിട്ട് നമുക്കറിയാലോ എത്രയാണോ മാസ് ഇവിടെ പ്ലേസ് ചെയ്തത്, എന്നിട്ട് ആ റേഷ്യോ എടുക്കും, m by L സ്ക്വയർ റേഷ്യോ എടുക്കും. ദെൻ നമ്മൾ അടുത്ത മാസം ഒരു 3 ഗ്രാം അല്ലെങ്കിൽ ഒരു 4 ഗ്രാം ഇവിടെ പ്ലേസ് ചെയ്യും. എത്ര ഒരു ലൂപ്പ് കൗണ്ട് ചെയ്യും, ടോട്ടൽ ലൂപ്പിന്റെ ലെങ്ത് മെഷർ ചെയ്യും, എന്നിട്ട് ഒരു ലൂപ്പിന് എത്ര, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 1 ലൂപ്പ് മെഷർ ചെയ്യും. Then again we calculate the value of the constant m by L square. കാരണം
ആ ലൂപ്പ് ലെങ്ത് വരാൻ നമ്മൾ പ്ലേസ് ചെയ്ത സ്കെയിൽ പാനിൽ പ്ലേസ് ചെയ്ത മാസ് നമുക്കറിയാലോ. വാട്ട് ഈസ് ദ എം? 3 ഗ്രാം ആണോ 4 ഗ്രാം ആണോ? സോ വി കാൽക്കുലേറ്റ് എം ബൈ എൽ സ്ക്വയർ. സോ പ്ലേസിങ് ഈച്ച് മാസ്, നമ്മൾ നമ്മുടെ മാസം മാറ്റിക്കൊണ്ടിരിക്കും. സ്കെയിൽ പാനിലുള്ള മാസം മാറ്റി മാറ്റി ലൂപ്പ് ലെങ്ത് എങ്ങനെയാണ് അതുമായിട്ട് വേരി ചെയ്യുന്നത് മനസ്സിലാക്കും. എന്നിട്ട് എം ബൈ എൽ സ്ക്വയറിന്റെ റേഷ്യോ എടുക്കും. അവസാനം എം ബൈ എൽ സ്ക്വയറിന്റെ റേഷ്യോയുടെ ഒരു മീൻ വാല്യൂ കിട്ടും. ആൻഡ് വി പുട്ട് ഇൻ എം ബൈ എൽ സ്ക്വയറിന്റെ ഒരു മീൻ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വി പുട്ട് ഇൻ ദിസ് ദ മെയിൻ ഇക്വേഷൻ. മെയിൻ ഇക്വേഷനിൽ എം ബൈ എൽ സ്ക്വയറിന്റെ എൽ സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ ആകെ വേണ്ടത് ജിയും എം ആണ്. ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കറിയാം 9.8. എം ഈസ് ദ ലീനിയർ ഡെൻസിറ്റി ഓഫ് സ്ട്രിങ്. അപ്പോൾ നമുക്കിപ്പോൾ സ്ട്രിങ് അഴിച്ചെടുത്തിട്ട് ഒരു വെയിറ്റിംഗ് എക്യുപ്മെന്റിൽ വെച്ചിട്ട് മാസ് എം ഡാഷ്, വാട്ട് ഈസ് ദ മാസ് ഓഫ് ദി സ്ട്രിങ് എം ഡാഷ് ആണെങ്കിൽ, എന്നിട്ട് സ്ട്രിങ് അളന്നാൽ മതി എത്രത്തോളം നീളം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ ലീനിയർ ഡെൻസിറ്റി സ്മോൾ എം ഇസ് ഗിവൺ ബൈ ടോട്ടൽ മാസ് ഡിവൈഡ് ബൈ ലെങ്ത്, ദാറ്റ് ഈസ് ലീനിയർ ഡെൻസിറ്റി. നമുക്ക് അങ്ങനെ കിട്ടും. സോ ഈക്വേഷനിൽ ഈ എം ബൈ എൽ സ്ക്വയർ മീൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രീക്വൻസി കാണാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ അടിയിലേക്ക് എടുത്ത ഒബ്സർവേഷൻ ടേബിളിൽ കാണുന്നത്. ഓക്കെ, ഒബ്സർവേഷൻ ടേബിളിൽ ആദ്യം മാസ് ഓഫ് ദി സ്കെയിൽ പാൻ്റെ മാസ് നമ്മൾ എഴുതണം. കാരണം നമ്മൾ ടെൻഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ന് പറഞ്ഞില്ലേ. അത് സ്കെയിൽ പാൻ ഒരു മാസ് ഉണ്ട്, അതും ടെൻഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ മാസ് ആണ് നമ്മളെടുത്ത ക്യാപിറ്റൽ എം. സോ വി വാണ്ട് ടു വെയിറ്റ് ദ സ്കെയിൽ പാൻ. നമ്മളെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം സ്കെയിൽ പാനിന്റെ മാസ് മെഷർ ചെയ്യണം. ലീനിയർ മാസ് ഡെൻസിറ്റി, സ്ട്രിങ്ങിന്റെ ലീനിയർ മാസ് ഡെൻസിറ്റി മെഷർ ചെയ്യണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു. ആൻഡ് ഹിയർ വി ഹാവ് ട്രാൻസ്വേഴ്സ് മോഡിലാണെങ്കിൽ നമ്മൾ ഒരു ട്രയൽ നമ്പർ എഴുതാം. നമ്മുടെ സ്കെയിൽ പാനിൽ ഒരു ഡെഫിനറ്റ് മാസ് ഇടാം. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് സ്കെയിൽ പാൻ എങ്കിൽ ഇവിടെ മാസ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടില്ലേ. സോ ആദ്യം ജസ്റ്റ് ഒരു യൂണിറ്റ് മാസ് ഇട്ടു, ഒരു 2-3 ഗ്രാം ഇട്ടു, പിന്നെ 4 ഗ്രാം ഇട്ടു, പിന്നെ 5 ഗ്രാം ഇട്ടു. സോ മാസ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഈ ലൂപ്പ് ലെങ്ത്തിൽ വരുന്ന വൺ ലൂപ്പിന് എത്ര ലെങ്ത് വരുന്നുണ്ട് എന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതിൽ വേരിയേഷൻ വരുമല്ലോ മാസ് മാറ്റി കൊടുക്കുന്ന അനുസരിച്ച്. അതാണ് എക്സ്പെരിമെന്റിൽ ശരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഒബ്സർവേഷൻ ഇതാണ് ട്രാൻസ്വേഴ്സ് മോഡിന്റെ ഒബ്സർവേഷൻ. സോ അതൊരു മാസ് നമ്മൾ ജസ്റ്റ് ഒരു 2 ഗ്രാം ഇട്ട് കൊടുത്തു. ടോട്ടൽ മാസ് എന്ന് പറയുന്നത് സ്കെയിൽ പാൻ്റെ മാസും ഈ 2 ഗ്രാം ആഡ് ചെയ്യുന്നത്. അപ്പോൾ 2.134 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എഴുതാൻ പറ്റും. 24134 സം ഗ്രാം. ആൻഡ് നമ്പർ ഓഫ് ലൂപ്സ്, അതായത് സ്ട്രിങ് ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ലെങ്ത് എടുക്കാം. അതായത് ഇവിടെ മുതൽ ഇവിടെ ഒരു പോയിന്റ് വരെ. എന്നിട്ട് വാട്ട് ഈസ് ദ ലെങ്ത്, അത്രയും ലൂപ്പിന്റെ ലെങ്ത് എത്രയാണ്, എന്നിട്ട് എത്ര ലൂപ്പ് ഉണ്ട്, 1 2 3. അങ്ങനെയെങ്കിൽ ഒരു ലൂപ്പിന്റെ നീളം എത്ര, ലെങ്ത് എത്ര, L/3. സോ വി കൗണ്ട് നമ്പർ ഓഫ് ലൂപ്സ് ഇൻ ലെങ്ത് L ആൻഡ് ലെങ്ത് ഓഫ് P ലൂപ്സ്. അതായത് നമ്പർ ഓഫ് ലൂപ്സ് P ആണ് നമ്പർ ഓഫ് ലൂപ്സ് എങ്കിൽ ആ ലൂപ്സിന് സ്ട്രിങ്ങിൽ വൈബ്രേറ്റ് ചെയ്യാൻ എത്രത്തോളം ലെങ്ത് വേണം, അത് ടോട്ടൽ ലെങ്ത് L. ദെൻ ലെങ്ത് ഓഫ് വൺ ലൂപ്പ്, ഇതിൽ നിന്ന് നമുക്ക് മെഷർ ചെയ്യാലോ. P and L, length of one loop is given by L/P. Now this is the total mass M. Now we can അവസാനം നമുക്ക് ഈ അവസാനത്തെ റോയിൽ അവസാനത്തെ കോളത്തിൽ M/L സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് ചെയ്യേണ്ടത് അടുത്ത ട്രയൽ നമ്പർ 2 ഇടാം. അടുത്ത മാസ് എടുത്ത് സ്കെയിൽ പാൻ ഇടാം. ലെറ്റ്സ് സേ 3 ഗ്രാം ടോട്ടൽ മാസ് ഇടാം. 3.134 ലൂപ്പ്, ഒരു 3-4 ലൂപ്പ് മെഷർ ചെയ്യാം. ലെറ്റ്സ് 3 or 4. ആ 3-4 ലൂപ്പിന് എത്ര ലെങ്ത് സ്ട്രിങ്ങിലുണ്ട്, എത്രത്തോളം ലെങ്ത് അത് കവർ ചെയ്തു. ഇപ്പോൾ 3 ലൂപ്പിന് എത്രത്തോളം ലെങ്ത് കവർ ചെയ്തു എൽ എഴുതാം. സെയിം ഒരു ലൂപ്പിന്റെ ലെങ്ത് എഴുതാം. സെയിം M/L സ്ക്വയർ. ഇവിടുത്തെ M എന്ന് പറയുമ്പോൾ അപ്പം 3.134 ബൈ ദിസ് L സ്ക്വയർ. സോ ഈ എല്ലും എം മാറിക്കൊണ്ടിരിക്കും. ആൻഡ് ദിസ് അങ്ങനെ നമ്മൾ 3 സെറ്റ് എടുത്തു M/L സ്ക്വയർ. ആൻഡ് ഇത് ഏകദേശം ഒരുപോലത്തെ വാല്യൂ ആയിരിക്കും. സോ വി ടേക്ക് ദ മീൻ വാല്യൂ ഓഫ് M/L സ്ക്വയർ ആൻഡ് പുട്ട് ഇൻ അവർ മെയിൻ ഇക്വേഷൻ n ഈസ് ഈക്വൽ ടു √G/4m into M/L സ്ക്വയർ. ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്, വെറുതെ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. അതായത് മീൻ M/L സ്ക്വയർ എടുത്തു. അതിവിടെ ഈ 3 റോയിൽ നിന്ന് കിട്ടുന്ന M/L സ്ക്വയറിന് മീൻ വാല്യൂ എടുത്തു. നമ്മൾ മെയിൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. G അറിയാം, M അറിയാം. സോ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി കിട്ടി. ഏത്? സ്ട്രിങ്ങിന്റെ ട്രാൻസ്വേഴ്സ് മോഡിൽ. സിമിലർലി
ലോഞ്ചിറ്റ്യൂണൽ മോഡിൽ അതേപോലെ ചെയ്യാം. സ്കെയിൽ പാനൽ മാസ് ഇടാം, ടോട്ടൽ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം, ഒരു 2 3 4 5 ലൂപ്പ് എടുക്കാം, ആ ലൂപ്പിന് എടുക്കുന്ന നീളം എടുക്കാം, അങ്ങനെ ഒരു ലൂപ്പിന് എത്ര നീളം എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം, M/L² കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 3 4 മാസിന് ഒരു 2 3 ഗ്രാം മാറ്റി മാറ്റി ഇട്ടിട്ട് M/L² കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ മീൻ M/L² കിട്ടും. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഇക്വേഷൻ അറിയാലോ, N ഈസ് ഈക്വൽ ടു ലോഞ്ചിറ്റ്യൂണൽ മോഡിൽ G/M M/L². ഇത് ഫ്രീക്വൻസി ഓഫ് ട്യൂണിംഗ് ഫോർക്ക് അല്ലെങ്കിൽ സ്ട്രിപ്പാണ്, വൈബ്രേറ്റിംഗ് സ്ട്രിപ്പാണ്. അങ്ങനെ വി ഓൾസോ ഗെറ്റ് ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേറ്റിംഗ് സ്ട്രിപ്പ്. ഓക്കെ, അങ്ങനെ ലോഞ്ചിറ്റ്യൂഡിൻ്റെയും ട്രാൻസ്വേഴ്സിൻ്റെയും എടുത്തു കഴിയുമ്പോൾ നമുക്ക് 2 വാല്യൂ കിട്ടും. അത് ലോഞ്ചിറ്റ്യൂഡൽ മോഡിൽ സ്ട്രിപ്പിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്, ട്രാൻസ്വേഴ്സ് മോഡിൽ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി സെയിം. അത് 2 സെയിം ആയിരിക്കണം. കാരണം നമ്മളെ ഒരു ഇലക്ട്രിക്കൽ വൈബ്രേറ്റർ വെച്ചൊരു ജസ്റ്റ് ഒരു ഫ്രീക്വൻസി നമ്മളാണല്ലോ ഫ്രീക്വൻസി ഫസ്റ്റേ കൊടുക്കണ്ടേ. സോ ഇൻ ലോഞ്ചിറ്റ്യൂഡൽ മോഡ് ആൻഡ് ദ ട്രാൻസ്വേഴ്സ് മോഡ് ഫ്രീക്വൻസി 2 സെയിം ആയിരിക്കണം. സോ വി ടേക്ക് ദ മീൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ മോഡിൽ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി, അതേപോലെ തന്നെ ട്രാൻസ്വേഴ്സ് മോഡിൽ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിൻ്റെ ഒരു മീൻ വാല്യൂ എടുത്ത് അവസാനം നമ്മൾ എഴുതും ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേറ്റിംഗ് സ്ട്രിപ്പ്. ഞാൻ നോക്കിയ റെക്കോർഡിൻ്റെ വാല്യൂ 49.16 ഹേർട്സ്. സോ ദാറ്റ് ഈസ് ദ റിസൾട്ട്. അതാണ് റിസൾട്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ എത്രയാണോ ഇലക്ട്രിക്കൽ വൈബ്രേറ്റർ വെച്ച് ആ ട്യൂണിംഗ് ഫോർക്കിനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി അത് നമ്മൾ മെഷർ ചെയ്യുക. എങ്ങനെ? ലൂപ്പ് ഒബ്സർവ് ചെയ്തിട്ട്, അതായത് ഈ സ്ട്രിങ്ങിലെ വേവ്സ് ഒബ്സർവ് ചെയ്തിട്ട് ഈ സ്ട്രിങ്ങിലെ വേവ്സ് എത്ര ലൂപ്പായിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, എത്ര ലൂപ്പായിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ടെൻഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ, മാസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ലൂപ്പ് ലെങ്ത് മാറുന്നത്, അത് മെഷർ ചെയ്തിട്ട് നമ്മൾ we are finding what frequency we apply to that equipment. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇത് പറഞ്ഞ എത്രത്തോളം കൺവേ ചെയ്തിട്ടെന്ന് എനിക്ക് തന്നെ ഉറപ്പില്ല. കാരണം ഒരുപാട് തിയറി ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ആർക്കും ഡൗട്ടില്ല? എല്ലാവർക്കും ക്ലിയർ ആയി എങ്കിലോ? ഓക്കെ, എങ്കിൽ അറ്റൻഡൻസ് വിളിക്കാം. അനസ് റോഷൻ CH. പ്രസന്റ് സാർ. അനശ്വർ സുരേന്ദ്രൻ. പ്രസന്റ് സാർ. അനുഗ്രഹ ഇല്ല. അശ്വന്ത് C. അശ്വന്ത് C ഇല്ല. അത് ശരി. അശ്വന്ത്. അനുഗ്രഹമുണ്ട്. ഓക്കെ. ധ്യാൻ ബിജു TK. പ്രസന്റ് സാർ. ഫാത്തിമ നദ. ഓക്കെ, അല്ല എനിക്ക് ഓഡിബിൾ ആവുന്നില്ല. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ, അല്ല ഇപ്പൊ ഈ ഫാത്തിമ നദ പറഞ്ഞത് ആർക്കെങ്കിലും കേട്ടോ? ഞാനല്ലാതെ ആർക്കെങ്കിലും കേട്ടോ? അതാണ് ഞാൻ വെച്ചു. കുറച്ചൊക്കെ കേട്ടു, കുറച്ചൊക്കെ കേട്ടില്ല. ഓക്കെ, എന്തായാലും നദ പ്രസന്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, സഫ, ഫാത്തിമത്ത് സഫ. എനിക്ക് തോന്നുന്നു സഫ പറയുന്നത് നദയ്ക്കും നദ പറയുന്ന സഫയ്ക്കും കേൾക്കുന്നുള്ളെന്ന് തോന്നുന്നു. എനിക്കെന്തായാലും കേൾക്കുന്നില്ല. ഓക്കെ, ഫാത്തിമത്ത് സന. പ്രസന്റ് സർ. ജ്യോതിഷ്. പ്രസന്റ് സാർ. ഓക്കെ, കൈലാസ്നാഥ്. ഇല്ല. മുഹമ്മദ് മുവാദ് ഫറൂഖ്. ഫറൂഖില്ലേ? ഓക്കെ, ഫറൂഖ് ഇല്ലെന്ന് തോന്നുന്നു. നിഹ ഷിരിൻ. പ്രസന്റ് സർ. നിഖിൽ ദാസ്. പ്രസന്റ് സാർ. നിഖിൽ P ഇല്ല. പ്രണവ് രാജ്. പ്രസന്റ്. സായന്ത്.
പ്രസന്റ് സാർ. ഓക്കെ, അപ്പം ഞാൻ മാർക്ക് ചെയ്തത് സഫയുണ്ടെന്നല്ലേ പറഞ്ഞത്? സഫയുണ്ട്, സനയുണ്ട്, നദയുണ്ട്. ഓക്കെ, കൈലാസ് നാഥും ഫറൂഖുമാണ് ഞാൻ അബ്സെന്റ് മാർക്ക് ചെയ്തത്. കറക്റ്റ് അല്ലേ? ഓക്കെ, എങ്കിൽ താങ്ക് യു.